ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ മക്കളുടെയൊക്കെ സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് അറിയാമെങ്കിലും ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ ഇന്ന് 2 ടൈപ്പ് ഇയർ റിങ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതിന് നമ്മൾ സിൽവർ കളറും അതുപോലെ ഗോൾഡിൻ്റെ കളറും ഇയർ ഹൂക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ വൈറ്റ് ബീഡ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ കുറച്ച് വലിയ ടൈപ്പ് ബീഡും അതുപോലെ ബീഡ് ക്യാപ്പ്. ഇത് നമ്മൾ ഹെയർ ബാൻഡിന് കൊടുക്കുന്ന ബീഡിൻ്റെ എൻഡ് ബീഡാണ് കേട്ടോ. എൻഡിൽ നമ്മൾ കൊടുക്കുന്ന ബീഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഐ ബീഡ് എന്ന് പറയും, എവിൾ ബീഡോ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുക. അത് പിന്നെ നമ്മൾ ഇത് കരിമണിയുടെ മാലയാണ്. ഇത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മാല വെച്ചിട്ട്. പിന്നെ വേണ്ടത് സിൽവർ ഒരു ചെയിനും അതിനുപോലെ തന്നെ സിൽവർ കളർ ഫ്യൂസ് സ്റ്റാറും. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കമ്മൽ ചെയ്യുന്നത്. പിന്നെ ഇത് ഐപ്പിന്നാണ്. നമ്മൾ ഓരോന്നും ചെയ്യുന്ന ടൈമിൽ ഞാൻ കൂടുതൽ പറയാം മെറ്റീരിയൽസിനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഐപ്പിന്നിൻ്റെ ആ ഒരു അടിഭാഗം നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബീഡ് ക്യാപ്പ് ഇടുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒന്ന് പ്രസ് ചെയ്യാൻ പറയണത്. അപ്പോൾ ആദ്യം നമ്മൾ ബീഡ് ക്യാപ്പ് ഇടുക. അതിന് ശേഷം ആ ഒരു വലിയ ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് ലോക്കാക്കി കൊടുക്കണം. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ലെങ്ത്ത് കൂടുതലാണ് ഐപ്പിന്നിന്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വളച്ച് അവിടെ ഒരു ഹുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ചെയിൻ കോർത്തിടാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിൽ നമ്മൾ ആ ഒരു കരിമണിയുടെ ചെയിനും ഒരു സൈഡിൽ ഇയർ ഹൂക്കാണ് ഇടുക. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ 2 എണ്ണം നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഹുക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഇയറിങ്സിൻ്റെ വീഡിയോസിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്നെ വീണ്ടും പുതിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബോറടി ആവും. അതുകൊണ്ടാണ്. ഇപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പഴയ വീഡിയോസ് ഒന്ന് നോക്കിക്കോളൂ. ഇനി നമുക്കിതാ ഇതുപോലെ ഈ ഒരു ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഗോൾഡ് വരുന്ന ഒരു ഗോൾഡിൻ്റെ ബീഡ് വരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ബീഡിലേക്ക് കൊടുക്കണം. ഈ ഒരു സൈഡ് അതിൻ്റെ അടിഭാഗം നമ്മൾ ആ ഒരു എൻഡ് ബീഡിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഗോൾഡൻ ബീഡ് വെച്ച് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പേൾ ചെയിനുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ കരിമണിയുടെ ഇല്ലയെന്നുണ്ടെങ്കിലും പേൾ ചെയിനുകൾ വാങ്ങിക്കാൻ കിട്ടും, കളറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത്തെ പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് 2 കമ്മലിലേക്ക് വേണമല്ലോ. അപ്പോൾ 2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നമ്മൾ ജ്വല്ലറി മേക്കിംഗ് മാത്രമല്ല ഹെയർ ആക്സസറീസും അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ എംബ്രോയിഡറി ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ട്. നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അതുപോലെ നമ്മൾ എംബ്രോയിഡറീസിൻ്റെ ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയാം. അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരുന്നതാണ് കേട്ടോ. എംബ്രോയിഡറി ആരി വർക്കിൻ്റെയൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മൾ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ആ ഒരു എൻഡ് ബീഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ ആ ഒരു കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് പ്രസ്സായിട്ട് ഇരിക്കും, പക്ഷേ നമ്മളത് അത്രയും സെക്യൂർ ആവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനൊന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ അത് വിട്ടു പോരില്ല. ഇങ്ങനെ ആയാലും അത് ജസ്റ്റ് അതുപോലെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ ഇറക്കി കൊടുക്കുമ്പോൾ കണ്ടോ അതുപോലെ നിൽക്കും, പക്ഷെ നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ വിട്ടുപോരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് അതിനിറക്കി കൊടുക്കാം. ഞാൻ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജലദോഷം വന്നിട്ട് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. വീണ്ടും അതിങ്ങനെ മൂക്കടപ്പായിട്ട് നിൽക്കുകയാണ്. അതാണ് സൗണ്ടൊക്കെ വല്ലാതെ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയാണ്, നല്ല മഴയും വെയിലുമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മാറാത്തതെന്ന് തോന്നുന്നു. 1 മാസത്തോളമായി കോൾഡ് പിടിച്ചിട്ട് ശരിക്കും. അപ്പോൾ നമ്മളിത് പശ വെച്ചിട്ട് അത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ഒരു പകുതിയോളം കഴിഞ്ഞു കേട്ടോ. എളുപ്പമാണ്, നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു ബീഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് കണക്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഈ ഒരു എൻഡിലേക്ക് കൊടുത്താലും മതി. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം നമ്മളിപ്പോൾ ബീഡ് അവിടെ ലോക്കാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിനെ ജസ്റ്റ് ഇതുപോലെ അകത്തി കൊടുത്തിട്ട് വേണം. ഞാൻ ആദ്യം ഇത് ഓർത്തില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ചെയിൻ കണക്ട് ചെയ്തതിന് ശേഷം അത് ലോക്കാക്കുള്ളായിരുന്നു. നമ്മളിതിങ്ങനെ വളച്ച് കഴിഞ്ഞിട്ട് ഈ ചെയിൻ കണക്ട് ചെയ്തിട്ട് അത് ലോക്കാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, അതായിരിക്കും എളുപ്പം. ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരേണ്ട ആ ഒരു ഇതിൽ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മളിതൊന്ന്
ഇട്ട് ഇതൊന്ന് ലോക്കാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ കമ്മൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ബിഗിനേഴ്സിനായാലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മോഡലാണ്. ഇനി ഇത്ര ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഒപ്പം തന്നെ 2 or 3 ലെയറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒറ്റ ലെയറിലല്ലാതെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നിൽക്കുന്ന രീതിയിൽ ഓരോ ലെയറിൻ്റെയും ഇറക്കം കുറച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഓവറായിട്ട് വേണ്ട, സിമ്പിളായിട്ട് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ ലെയർ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇയർ ഹൂക്കും കൂടി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഫസ്റ്റ് കമ്മലിൻ്റെ 2 സെറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കമ്മൽ നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലത്തെ ഐ ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. സിമ്പിളാണ്. അതായത് ഇതുപോലത്തെ ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ടാണ് കേട്ടോ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്യൂസ് സ്റ്റാർ ഇങ്ങനെ ഇടുമ്പോൾ ആ ഒരു ഐ ബീഡിൻ്റെ ആ ഒരു ഹോള് കുറച്ച് വലുതാണ്. അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിൽവർ കളർ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗിയർ വയറൊക്കെ ലോക്ക് ചെയ്യാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടും കാര്യമില്ല, അതിന് കുറച്ച് ഹോൾ വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം ഫ്യൂസ് സ്റ്റാർ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഫ്യൂസ് സ്റ്റാറിലേക്ക് ആദ്യം നമ്മുടെ ഗിയർ ലോക്കിന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ലോക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ ബീഡ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബീഡ് വെച്ചിട്ട് ബ്രേസ്ലെറ്റ്, അതുപോലെ നമുക്ക് പാദസരമൊക്കെ ചെയ്തെടുക്കാം. ഞാൻ ഇതിന് മുമ്പ് ഈ ഒരു ബീഡ് വെച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചാനലിൽ കയറി നോക്കിക്കോളൂ. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ആ ചെയിൻ വെച്ച് ചെയ്തതും ഞാൻ 2 ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ഗിയർ ലോക്കിനൊന്ന് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ലോക്കായിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് നീങ്ങില്ല. ഇനി നമ്മൾ ബീഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കണ്ടതുപോലെ ലോക്കായിട്ട് നിൽക്കും. ഇനി ഇതിനെ നമുക്ക് ചെയിനിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയിൻ നമ്മൾ കട്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ഒരു സൈഡിൽ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ കട്ട് ചെയ്തെടുത്താൽ മതി ലെങ്ത്തിനനുസരിച്ച്. അല്ലെങ്കിൽ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെയായാലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ കമ്പി ആ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുക. അതിന് ശേഷം ഇത് ബീഡിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 കമ്മലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറയാൻ ആരും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ്, പുതിയ മോഡലുകളിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ. നിങ്ങളുടെ കമൻറ്റുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിലാണ് നമുക്ക് അടുത്ത വീഡിയോസ് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അത് അവിടെ കമ്പി ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ കമ്പിയുടെ തുമ്പ്. ഇനി നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ കട്ട് ചെയ്യാം. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അവിടെ ആ കട്ട് ചെയ്ത പോർഷൻ നമ്മുടെ ചെയിനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കളയാൻ മറക്കരുത്. നമുക്ക് പ്ലെയർ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് പോയി കിട്ടും. അപ്പോൾ അതാരും മറക്കരുത്. നിങ്ങൾ കത്രിക വെച്ച് ചെയ്യരുത് കേട്ടോ. എൻ്റെ ഈ ഒരു കത്രിക പഴയ ഇതാണ്. ഞാനിങ്ങനെ ചെയ്ത് അതിൻ്റെ മുറിച്ചൊക്കെ പോയതാണ്. പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു ബാലൻസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇയർ ഹൂക്കിലേക്ക് ജസ്റ്റ് ആ ചെയിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ബീഡ് ഇടുന്നത് നല്ലതാണെന്ന് പറയുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതിൻ്റെ പാദസരം, ബ്രേസ്ലെറ്റൊക്കെ ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ ചെയ്തിടുന്നതാണ്. ഇനി നമ്മൾ ജസ്റ്റ് ആ ഇയർ ഹൂക്കിൻ്റെ ആ ഹോളൊന്ന് ജസ്റ്റ് അകത്തിയതിന് ശേഷം നമ്മുടെ ചെയിൻ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെയിൻ്റെ ആ ഒരു ഹോള് കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് അത് കണക്ട് ചെയ്യാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇനി കണക്ട് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ കമ്മലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 2 കമ്മലുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏത് കമ്മലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തോളൂ. അപ്പോൾ ഞാൻ പരമാവധി എനിക്കറിയുന്ന രീതിയിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ എംബ്രോയിഡറിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്തോളൂ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.